വൈശ്യ ബാങ്കിൽ നിന്നും KM ഗാർമെന്റ്സ് എക്സ്പോർട്ടേഴ്സ് കുടിശ്ശിക വരുത്തിയിട്ടുള്ള 50 ലക്ഷം രൂപയും പലിശയും ഈടാക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈ സ്ഥാപനം ജപ്തി ചെയ്തുകൊള്ളുന്നു. ജപ്തിക്ക് മുമ്പ് ഞങ്ങളുടെ പൈസ കാൽക്കാശിന് വിലയില്ലാത്ത ചെക്ക് വെച്ച് 15 ലക്ഷം വാങ്ങിയതാ ലണ്ടൻ എക്സ്പോർട്ടിന്. മാധവൻ മുതലാളിയെ കണ്ടപ്പോ അങ്ങേര് കൈമലർത്തി പാപ്പരാന്ന്. ഞങ്ങളുടെ നെഞ്ച് വെള്ളമാക്കിയ കാശ ഇങ്ങ് തന്നേരെ സാറേ. കമ്പനിയിൽ ആകെ 1 ലക്ഷം രൂപയുള്ളൂ. ഇത് നിങ്ങൾ വീതിച്ചെടുത്തോളൂ. പിന്നെ ഇത് എന്റെ കാറിന്റെ താക്കോല. ഈ വീടും പറമ്പും കൂടി നമുക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ബാങ്കിന്റെ ബാധ്യത തീർക്കാൻ. അറിയാം, മാനേജർ ഇവിടെ വന്നിരുന്നു. എല്ലാറ്റിനും അമ്മ എന്നോട് പൊറുക്കണം. ഞാൻ കാരണം. നീ വിഷമിക്കരുത്. അച്ഛൻ പോയപ്പോഴേ ഈ വീടിന്റെ എല്ലാ വിളക്കുകളും അണഞ്ഞു. പറയൂ, എപ്പോഴാ മാറേണ്ടത്? ജപ്തി നടത്തിയെടുക്കാൻ അവർ അതിരാവിലെ എത്തുമെന്നാ പറഞ്ഞത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്താതിരിക്കാൻ. നിനക്ക് സങ്കടം കാണും. എന്തിനാ അത്? എനിക്ക് സന്തോഷ. വെറുതെ കൊതിപ്പിച്ച് അവസാനം ശ്വാസം മുട്ടിക്കുന്ന വീടായത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു വാടക വീട് തരപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുടിച്ച ആമാശയത്തിൽ ഉരുള് പൊട്ടി ഞാൻ ചത്തു. എടോ വക്കീലെ, ഇനി താൻ ചത്താലെന്താ? എന്റെ സ്വത്ത് മുഴുവൻ നാട്ടുകാര് കൊണ്ടുപോകാതെ താൻ രക്ഷിച്ചില്ലേ, അത് മതി. അവരായിരിക്കും. അയ്യോ, ഇതേതാ ഈ പുതിയ അവതാരം? ഇത് ഉജേഷ് ജാൻ, മധ്യപ്രദേശിനാ. വലിയ ജൗളി മലയാളിയാ. മാധവൻ സാർ